ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം അറിയിക്കുന്നു. പുത്തൻ പ്രതീക്ഷകളുമായി ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തെ നല്ല പ്രഭാതം. നിരാശയുടെ കരുനിഴൽ വീണ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം വിതറുന്നതാണ് കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ആ മാറ്റമില്ലാത്ത തിരുവചനം ഭക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രഭാതം ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാതമന്നയുടെ ചിന്താ വിഷയം കാൽവറിയിലെ ബലി പരീക്ഷണം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:31. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഏദൻ തോട്ടത്തിലാക്കി വെച്ച മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തു. പാപത്തിൽ വീണ മനുഷ്യന് ലഭിച്ചത് പാപത്തിന്റെ ശമ്പളമായ മരണമായിരുന്നു. എന്നാൽ പാപത്തിന് വിധേയനായ മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ദൈവം അവനെ നിത്യമരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു മശിഹായെ വാഗ്ദത്തം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 3:15, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയുടെ സന്തതിയായി പിശാചിന്റെ തലയെ തകർക്കാൻ മശിഹായെ നൽകാം എന്നതാണ് ഇവിടുത്തെ വാഗ്ദത്തം. അങ്ങനെ കാലസമ്പൂർണതയിൽ മശിഹ ലോകത്തിലേക്ക് വന്നു. മശിഹ ലോകത്തിലേക്ക് വരാതിരിപ്പാൻ പിശാച് പഠിച്ച പണി 18 നോക്കി. എന്നാൽ അത് സാധിക്കാതെ വന്നപ്പോൾ ലോകത്തിലേക്ക് വന്ന മശിഹായെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനു വേണ്ടി പിശാച് കിണഞ്ഞ് ശ്രമിച്ചു. കാൽവറി മരണത്തിലൂടെ മശിഹായെ നിശബ്ദനാക്കാം എന്നതായിരുന്നു പിശാചിന്റെ കണക്കുകൂട്ടൽ. മശിഹ മരണത്തെ അതിജീവിച്ച് പുറത്തു വരാതിരിപ്പാൻ പിശാച് ആവുന്നതെല്ലാം ചെയ്തു. അന്നത്തെ ശക്തമായ റോമൻ ഭരണകൂടത്തെ അതിനായിട്ട് ഉപയോഗിച്ചു. കർത്താവിനെ അടക്കം ചെയ്ത കല്ലറയുടെ മുന്നിൽ ശക്തമായ കാവൽ ഏർപ്പെടുത്തി. ലോകത്തിലെ ശക്തമായ റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്ര അതിന്മേൽ പതിപ്പിച്ചു. ആർക്കും ഉരുട്ടി മാറ്റാൻ കഴിയാത്ത കൂറ്റൻ പാറ കൊണ്ട് കല്ലറയുടെ വാതിൽ അടച്ചു. പിശാചും ദൈവവും തമ്മിലുള്ള ഒരു വൻ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ഇതെല്ലാം. എന്നാൽ കാൽവറിയിലെ ബലപരീക്ഷണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പാപത്താൽ തകർന്നുപോയ മനുഷ്യകുലത്തെ കാൽവറിയിലെ തന്റെ പരമയാഗത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും കർത്താവ് പണിതുയർത്തി. പ്രിയമുള്ളവരെ, പാപത്തിന്റെ അന്ധകാരത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ പ്രത്യാശയുടെ പ്രഭാതത്തിലേക്ക് നടത്തിയത് കർത്താവിന്റെ ഈ കാൽവറി മരണമാണ്. ഈ നല്ല പ്രഭാതത്തിൽ നമ്മെ മരണത്തിൽ നിന്നും വിടുവിച്ച് ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞിരുന്ന നമ്മെ രക്ഷിച്ച കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിൽ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയും പ്രതികൂലങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അമ്പനാട് സഭയിലെ അരുൾ പീറ്റർ, ആഞ്ഞിലിത്താന സഭയിലെ ബിൻസി ജോൺസൺ, പുന്നവേലി സഭയിലെ സോണിയ ജോസ്. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പുതിയൊരു ദിവസം കൂടെ കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ ദാനം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. വേദനയിലും നിരാശയിലും കഴിയുന്ന അനേകാര്യങ്ങളുണ്ട്. കർത്താവെ, ഇന്ന് പകൽക്കാലം അവരെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ആശ്വാസദായകനായി സൗഖ്യദായകനായി അവരോട് കൂടെ ഇരിക്കണമേ. പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്നവരോട് ദൈവം കരുണ ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് തരുമ്പോൾ അത് ദൈവത്തിന്റെ നന്മയെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും നന്മകൾക്കും തക്കവണ്ണം നന്ദിയുള്ളവരായി ഓരോ ദിവസവും ജീവിപ്പാട്യങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ അനുഗ്രഹത്താലും സന്തോഷത്താലും നന്മകളാലും അടിയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനർത്ഥം വ്യസനത്തിന് കാരണമാകുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഓരോ ദിവസവും ശ്രേഷ്ഠമായ കരങ്ങളടിയങ്ങളെ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ നിമിഷം വരെ നിന്റെ മക്കളെ നടത്തിയതിനായ സ്തോത്രം. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ ദൈവം ദാനം കൊടുത്തതിനായി സ്തുതിക്കുന്ന കർത്താവേ, തുടർന്നുള്ള അവരുടെ ജീവിതം അനുഗ്രഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞതായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇന്നത്തെ പകൽക്കാലം അടിയങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദിവസം നന്ദിയുള്ളവരായി ജീവിപ്പാടിയങ്ങളെ സഹായിക്കണം. കൃപയാൽ വഴി നടത്തണം, വരവിനായി ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലവും ദൈവം കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.